മറ്റ് വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 സ്ത്രീകൾ ഉൾപ്പെടെ 87 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 77 പോളിംഗ് ബൂത്തുകളിലായി 59,116 വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയായിരുന്നു LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ, ഒരു 30 തദ്ദേശ ഭരണ വാർഡുകളിലേക്കൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഒരു മൂഡ് ഓഫ് ദ നേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൂഡ് ഓഫ് ദി ഗ്രൗണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകാനിരിക്കെ അതിന് തൊട്ടു മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു സെമി ഫൈനൽ പ്രതീതിയുണ്ട്. ഒപ്പം എന്താണ് ഗ്രൗണ്ടിലെ ഫീലിംഗ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ നിലയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ്? ശ്രീജ, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു പൊതുവികാരം, അല്ലെങ്കിൽ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന തരത്തിലേക്ക് മാറും എന്നൊരു വ്യാഖ്യാനം വന്നത്. ഈ 13 ജില്ലകളിലും ഒരുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന കാര്യം കൊണ്ടാണ്. അവിടെ തന്നെ കാസർഗോഡ് നേരത്തെ സൂചിപ്പിച്ച പോലെ ചീമേനി ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ 2 വാർഡുകളിൽ എതിരില്ലാതെയാണ് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശേഷിക്കുന്ന 28 വാർഡുകളിലേക്കാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡ്, അവിടെ എല്ലാ മുന്നണികളും ശക്തമായ മത്സരമാണ് നടത്തുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി BJPക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയായിരുന്നു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ എത്തി. CPMന് വേണ്ടി CPIയുടെ സ്ഥാനാർത്ഥിയാണ് ഹരികുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയും അവിടെ മുതിർന്ന ഇടതു നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇന്നലെ വൈകുന്നേരവും കൊട്ടിക്കലാശത്തിലും അങ്ങനെ തന്നെയായിരുന്നു സാഹചര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് 13 ജില്ലകളിലായി 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് പൂർണ്ണമായിട്ടൊന്നും പറയാൻ കഴിയില്ല എങ്കിലും അത് കൃത്യമായി ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടി ഉണ്ടാകും എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് UDFും BJPയും ഉൾപ്പെടെ ഈ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്നൊരു വിശേഷണം ഈ ഉപതെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വേണ്ട നടപടികൾ, ഈ വോട്ടെടുപ്പ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ള ചില മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 77 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അവിടെ കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുമാണ് പോലീസും അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതലായിരിക്കും ഈ എല്ലാ മുന്നണികളും ഒരുപോലെ ഉദ്വേഗത്തോടെ നോക്കിക്കാണുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കും. ഡാൻ, ഈ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നാൽ ശ്രീവരാഹത്തൊക്കെ ഏതാണ്ട് വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ പ്രതീതിയിൽ കാടടച്ചുള്ള പ്രചാരണം നടക്കുന്നു, മുതിർന്ന നേതാക്കളടക്കം പോകുന്നു. അതായത് ഇപ്പോൾ ഇടതുമുന്നണി അടക്കം മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുൻപ് വളരെ ഗൗരവത്തോടെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടെന്നല്ലേ മനസ്സിലാവുന്നത്? ഞാനത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഇതിനെ 13
ജില്ലകളിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ശ്രീവരാഹത്തെ സംബന്ധിച്ച് പുനർനിർണയത്തിൽ ആ വാർഡ് ഇനിയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീവരാഹം എന്ന സ്ഥലത്ത് വാർഡിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും, ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇനി അവിടെ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരിക്കില്ല ഈ നഗരസഭയിലേക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൈകാരിക തലം കൂടിയുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം BJPയും LDF തമ്മിൽ സാധാരണയായി നടക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായി UDFും പ്രചാരണം ശക്തമായ പ്രചാരണം നയിക്കുകയും മുതിർന്ന നേതാക്കളെ തന്നെ പ്രചാരണത്തിന് വേണ്ടി അവിടെ എത്തിക്കുകയും ചെയ്തു. ഇന്നലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി അവിടെ പ്രചാരണം നടത്തുന്ന കാഴ്ചയായിരുന്നു രാവിലെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മൂന്ന് മുന്നണികളും ശ്രീവരാഹത്ത് ഉൾപ്പെടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു സ്ഥലം അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവിടെ ജനങ്ങൾ ആർക്കൊപ്പം, ജനവിധി ആർക്കൊപ്പം എന്നത് ഏറ്റവും ഉദ്വേഗമുണർത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. 25-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ നടക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 13 ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകൾ ഉണ്ട് എന്നതിനാൽ തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ പ്രതീതിയിലാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത്. അതിനൊടുവിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് 28 തദ്ദേശ വാർഡുകളിൽ.